ഹായ്, ഇന്നൊരു സാൻഡ്വിച്ച് മേക്കിംഗ് വീഡിയോ ആണ്. മുന്നത്തെ വീഡിയോ പോലെ ഞാൻ റെസിപ്പിയൊന്നും ഇതിൽ പറയുന്നില്ല. ഞാനിങ്ങനെ ഇനി വീഡിയോ ഒന്നും ഇടണ്ട, പ്രത്യേകിച്ച് റീച്ചൊന്നും കിട്ടുന്നില്ലല്ലോ എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ഞാൻ വീഡിയോ എടുക്കലും നിർത്തി. പ്രത്യേകിച്ച് റീച്ചും പോകണില്ല, സബ്സ്ക്രൈബേഴ്സും കൂടണില്ല, വെറുതെ വീഡിയോ ഇടണ്ടല്ലോ എന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ യൂട്യൂബ് ചാനൽ നോക്കിയപ്പോൾ ഉണ്ട് 10 സബ്സ്ക്രൈബേഴ്സ്. അപ്പോൾ ഇനി ഒരു സബ്സ്ക്രൈബറും കൂടെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വിരലിലുണ്ടാവുന്ന സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ എന്ന് പറയണ്ടല്ലോ, അതിൻ്റെ അപ്പുറത്തേക്കായല്ലോ. 10 സബ്സ്ക്രൈബേഴ്സ് ആയപ്പോൾ ഞാൻ ഈ വീഡിയോ ഇന്നലെ ഇട്ടിട്ടില്ല. അപ്പോൾ ഇന്ന് നോക്കിയപ്പോൾ പ്രത്യേകിച്ച് വീഡിയോ ഒന്നും ഇടാണ്ട് ആയപ്പോൾ ഭയങ്കര സന്തോഷം. അപ്പോൾ നമ്മൾ ഈ സാൻഡ്വിച്ച് ഉണ്ടാക്കുമ്പോഴേ കുറേ വെജിറ്റബിൾസൊക്കെ ഇടുകയാണെന്ന് വെച്ചെങ്കിൽ ഒന്നും കൂടെ ഹെൽത്തി ആയിരിക്കും. അപ്പോൾ നിങ്ങളിഞ്ഞ് ഡയറ്റൊക്കെ ഞാൻ ഇടയ്ക്ക് ഡയറ്റ് എടുക്കും, പിന്നെ അത് ഫ്ലോപ്പാവും, വീണ്ടും തുടങ്ങും. അങ്ങനത്തെ ഒരാളാണ് ഞാൻ. അപ്പോൾ ഡയറ്റ് എടുക്കുന്നവർക്കൊക്കെ ഇങ്ങനെ സാൻഡ്വിച്ച് ഉണ്ടാക്കിയാൽ നന്നായിരിക്കും. പിന്നെ ബ്രെഡ് ഒന്ന് ചൂടാക്കിയിട്ടൊക്കെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇപ്പോൾ ബ്രൗൺ ബ്രെഡ് ആകുമ്പോൾ പ്രത്യേകിച്ച് മധുരമൊന്നും ഉണ്ടാവില്ലല്ലോ. അതൊന്നിങ്ങനെ ടോസ്റ്റ് ചെയ്യുന്ന പോലെ ഇങ്ങനെ ടോസ്റ്റ് ചെയ്തിട്ട് ഒന്ന് ചൂടാക്കി കഴിക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ സെയിം സാധനം തന്നെ ചീസൊക്കെ വെച്ചിട്ട് എയർ ഫ്രയറിലൊന്ന് ചൂടാക്കി കഴിക്കുമ്പോൾ വേറൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ. അത് അടിപൊളിയാണ്, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഞാനിങ്ങനെ പുറത്ത് പോണ വീഡിയോസൊക്കെ ഇടാം കേട്ടോ. അപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നാളെ ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ്. അപ്പോൾ ഒന്ന് വിഷ് ചെയ്തോളൂ, കമൻറ്റ് ഇട്ടോളൂ. അപ്പോൾ ശരി, അത്രേ ഉള്ളൂ. ഓക്കെ, ബൈ.